ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭൂമിയിലേക്ക് ഏലിയൻസ് വരുന്ന പലതരം സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊന്നും ഒരു വ്യത്യസ്തതയും തോന്നിയിട്ടില്ല അല്ലേ? എന്നാൽ ഈ സിനിമയിലുണ്ടല്ലോ, ക്ലൈമാക്സിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിലെ കഥാനായകനായ പീറ്റർ ആകാശത്തു നിന്നും എന്തൊക്കെയോ താഴേക്ക് വീഴുന്നതായി സ്വപ്നം കാണുകയാണ്. പീറ്റർ ആണെങ്കിൽ പലരോടും ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുമുണ്ട്. എന്നാൽ പീറ്റർ പറയുന്നതൊന്നും അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയായ ആലിസ് പോലും വിശ്വസിച്ചില്ല. മാത്രവുമല്ല, തന്റെ കെട്ടിയൻ എന്തോ വട്ടാണെന്നാണ് ഭാര്യ ആലിസ് കരുതിയിരുന്നത്. പക്ഷെ അവസാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം നടക്കുകയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റുമുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേരാണ് എക്സ്റ്റിങ്ഷൻ. സിനിമ നടക്കുന്ന കാലഘട്ടം എന്നത് ടെക്നോളജി എല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക് സിറ്റിയിലൂടെ കഥാനായകനായ പീറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ ആണെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ്. അവിടെയുള്ള ബാക്കി മനുഷ്യരാരും കാണാത്ത ഒരു കാര്യം പലപ്പോഴായി നമ്മുടെ പീറ്റർ കാണുന്നുണ്ട്. അതായത് ആകാശത്ത് നിന്നും ഒരു പ്രത്യേകതരം ഗോളങ്ങൾ ഭൂമിയിലേക്ക് വന്ന് അത് മനുഷ്യരെയെല്ലാം ആക്രമിക്കുന്നു. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പീറ്റർ എപ്പോൾ സ്വപ്നം കാണാറുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതും. പീറ്റർ ഇപ്പോൾ തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുകയാണ്. അതെ, നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് പീറ്റർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ്. പീറ്ററിന്റെ തൊട്ടടുത്ത് ഭാര്യ ആലീസും കിടക്കുന്നുണ്ട്. ഞെട്ടി ഉണർന്ന പീറ്ററിനോട് ഭാര്യ ആലീസ് ചോദിക്കുകയാണ്, വീണ്ടും നിങ്ങൾ ആ സ്വപ്നം കണ്ടുവല്ലേ? പീറ്റർ ഇങ്ങനെ എപ്പോഴും ഓരോരോ സ്വപ്നം കാണുന്നതിനാൽ ഭാര്യ ആലീസ് പോലും പീറ്ററിന് മാനസികമായ എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആലീസ് പീറ്ററിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഡോക്ടറിനെ കണ്ടുകൂടെ? അതിന് പീറ്ററും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പീറ്റർ ജോലിക്ക് പോകാൻ തയ്യാറാകുന്നതായി കാണിക്കുന്നു. പീറ്ററിന് രണ്ട് പെൺകുട്ടികൾ കൂടിയുണ്ട്. ഇളയവളുടെ പേര് ലൂസി, മൂത്തവളുടെ പേര് ഹന്ന. അങ്ങനെ ജോലിക്ക് പോകാൻ തയ്യാറായ പീറ്ററിനോട് ഭാര്യ ആലിസ് പറയുകയാണ്, പീറ്ററെ, പറ്റുവാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ വരണേ. നമ്മളുടെ അയൽവാസിയായ സമാന്ത ഉണ്ടല്ലോ, അവള് കുറെ ദിവസമായി ഒരു പാർട്ടി വെക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരണം. ആലിസെ, ഞാൻ ഉറപ്പ് പറയുകയാണ്, ഇന്ന് എന്തായാലും ഞാൻ നേരത്തെ വരും എന്നും പറഞ്ഞ് പീറ്റർ അവിടെ നിന്ന് നേരെ ലിഫ്റ്റിലേക്ക് പോവുകയാണ്. ആ ലിഫ്റ്റിലാണെങ്കിൽ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. ഇതാണ് പീറ്ററിന്റെ മൂത്ത മകൾ ഹന്ന. നമ്മുടെ ഈ പീറ്ററിന്റെ മെയിൻ പ്രശ്നം എന്തെന്നാൽ കുടുംബത്തിന്റെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാതെ എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് നേരത്തെ പറഞ്ഞ സമാന്ത എന്ന അയൽവാസി ഉണ്ടല്ലോ, അവരുടെ ഹസ്ബൻഡ് റൈറ്റ് അവിടേക്ക് വരികയാണ്. അങ്ങനെ പീറ്ററും റൈറ്റും കൂടി ഓഫീസിലേക്കും പോകുന്നു. ഫാക്ടറിയിലെത്തിയ പീറ്റർ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പീറ്ററിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയത്. അതായത് പീറ്റർ തന്റെ സ്വപ്നങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങിയിരിക്കുന്നു. തന്റെ കൈ മുഴുവൻ ചോരയുള്ളതായിട്ടും താൻ ആരെയോ പിടിച്ച് കുത്തുന്നതായിട്ടുമൊക്കെയാണ് പീറ്റർ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം കമ്പനിയുടെ ഓണറായ ഡേവിഡ് അവിടേക്ക് വരികയാണ്. പീറ്ററിനെ കണ്ട ഡേവിഡ് ചോദിക്കുകയാണ്, എന്താ പീറ്റർ, നിന്റെ ആ പഴയ പ്രശ്നം ഇപ്പോഴുമുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു ഡോക്ടറിന്റെ നമ്പർ തരാം, ഒന്ന് പോയി കണ്ടു നോക്കുന്നോ? അപ്പോൾ പീറ്റർ പറയുകയാണ്, ഇല്ല സാറേ, ഞാനിപ്പോൾ ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് വൈകുന്നേരം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ഇത്തിരി നേരത്തെ പോയിക്കോട്ടെ. അതിന് ഡേവിഡും, അതിനെന്താ, നീ പോയിക്കോളൂ എന്ന് പറയുകയാണ്. ആ സമയം നമ്മുടെ ആലീസിനെ കാണിക്കുകയാണ്. ആലീസും താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ലീവ് പറഞ്ഞ് നേരത്തെ ഇറങ്ങുകയാണ്. അങ്ങനെ പീറ്റർ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം സ്റ്റോർ റൂമിൽ വെക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൾബ് മിന്നാൻ തുടങ്ങി. അത് കണ്ട സമയം നമ്മുടെ പീറ്ററിന്റെ ബോധം മറന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ പീറ്റർ തന്റെ ആ സ്വപ്നങ്ങൾ കാണാനും തുടങ്ങി. അതായത് ആകാശത്തു നിന്നും കുറെ ഗോളങ്ങൾ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലെ മനുഷ്യരെയെല്ലാം ആക്രമിക്കുന്നതായി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ബോധം കെട്ടു വീണ നമ്മുടെ പീറ്റർ ഉണർന്നു. എന്നാൽ സമയം അപ്പോഴേക്കും ഒരുപാട് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പീറ്റർ അവിടെ നിന്നും വേഗം പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി പീറ്റർ ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറെ ഗോളങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതായി കാണുന്നു. അത് കണ്ട പീറ്റർ അവിടെയുള്ളവരോടെല്ലാം നിങ്ങൾ അത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്കാർക്കും അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവരെല്ലാവരും പീറ്ററിനെന്തോ വട്ടാണെന്ന് മനസ്സിൽ കരുതി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പീറ്റർ തന്റെ വീട്ടിലെത്തി നോക്കുമ്പോൾ കുട്ടികളായ ഹന്നായും ലൂസിയും നല്ല ഉറക്കത്തിലാണ്. ഭാര്യ ആലിസ് ആണെങ്കിൽ പീറ്ററിനോട് നല്ല കലിപ്പിലുമായിരുന്നു. എന്തെന്നാൽ നേരത്തെ വരാമെന്നും പറഞ്ഞു പോയ പീറ്റർ എല്ലാ ദിവസത്തെക്കാളും താമസിച്ചാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ പീറ്റർ ഒന്നും മിണ്ടാതെ പോയി കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഉറക്കത്തിൽ പീറ്റർ വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഇത്തവണ പീറ്റർ കണ്ട സ്വപ്നം തന്റെ മക്കളായ ഹന്നായും ലൂസിയും ആദ്യ രണ്ടുപേരുടെ ബോഡിയും പിടിച്ച് ഭയങ്കരമായി തേങ്ങി കരയുന്നതാണ് കാണുന്നത്. എല്ലാ തവണത്തെയും പോലെയല്ല ഈ സ്വപ്നം നമ്മുടെ പീറ്ററിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം പീറ്റർ ഉണർന്നു നോക്കുമ്പോൾ മൂത്ത മകളായ ഹന്ന തന്നെ ഒരു മൈൻഡും ചെയ്യാതെ അവിടെ നിന്നും പോവുകയാണ്. ഇന്നലെ പാർട്ടിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതിന്റെ ദേഷ്യത്തിലായിരുന്നു അവൾ. പീറ്റർ ആണെങ്കിൽ പതിയെ തന്റെ ഇളയ മകളായ ലൂസിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ലൂസി തന്റെ ഒരു പാവക്കുട്ടിയും പിടിച്ച് സങ്കടത്തിലിരിക്കുകയാണ്.
എന്തെന്നാൽ ലൂസിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാവയായിരുന്നു അവളുടെ കയ്യിൽ ഇപ്പോഴുണ്ടായിരുന്നത്. അതാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുമില്ല. അത് മനസ്സിലാക്കിയ പീറ്റർ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ച് ലൂസിയുടെ ആ പാവക്കുട്ടി ശരിയാക്കി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പീറ്റർ ടെക്നിക്കലി അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആളാണ്. അങ്ങനെ പാവക്കുട്ടി ശരിയായ സന്തോഷത്തിൽ ലൂസിക്കാണെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യമെല്ലാം മാറുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞിനെ സമാധാനിപ്പിച്ചതിനു ശേഷം പീറ്റർ പതിയെ ആലീസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ആലീസിനോട് പറയുകയാണ്, ആലീസെ, എനിക്ക് നന്നായിട്ടറിയാം നിനക്കും കുട്ടികൾക്കും ഞാൻ നല്ല രീതിയിൽ മെന്റലി സ്ട്രെസ് തരുന്നുണ്ടെന്ന്. അതിനാൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അത് കേട്ട് ആലീസിന് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ ആലീസിന്റെ പിണക്കവും മാറി. ജോലിയെല്ലാം കഴിഞ്ഞ് പീറ്റർ ഡോക്ടറിനെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവിടെ ഡോക്ടറിനെ കാണാൻ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ തന്റെ അസുഖത്തെക്കുറിച്ച് നമ്മുടെ പീറ്ററിനോട് പറയുകയാണ്. അതായത് നമ്മുടെ പീറ്ററിന്റെ അതേ അസുഖം തന്നെയാണ് അയാൾക്കുമുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പീറ്റർ കണ്ട അതേ സ്വപ്നങ്ങൾ തന്നെയാണ് അയാളും കണ്ടിരിക്കുന്നത്. അയാൾ ആ കാര്യങ്ങളെല്ലാം പീറ്ററിനോട് പറയുകയും ചെയ്തു. ആ സമയം ഒരു നേഴ്സ് വന്ന് പീറ്ററിന്റെ കൂടെയുള്ളയാളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അയാൾ പോയതിനു ശേഷം കുറച്ചുനേരം എന്തോ ആലോചിച്ച പീറ്റർ ഉടൻ തന്നെ ആ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അതായത് പീറ്റർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്തെന്നാൽ താൻ കാണുന്നത് വെറും സ്വപ്നങ്ങളല്ല, സത്യത്തിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. എന്നാൽ താൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ പീറ്റർ വീണ്ടും തന്റെ സ്വപ്നങ്ങൾ കാണുകയാണ്. അതായത് പീറ്റർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബോസായ ഡേവിഡും കുറെ ആൾക്കാരും അവരുടെ കയ്യിലാണെങ്കിൽ തോക്കുകളൊക്കെയുണ്ട്. അവരാണെങ്കിൽ വലിയൊരു യുദ്ധത്തിന് ശേഷം തന്റെ ബോസിന്റെ കമ്പനിയിലേക്ക് പോവുകയാണ്. കാരണം ബോസിന്റെ ആ കമ്പനിയാണ് സേഫ് എന്ന് അവരെല്ലാം പറയുകയാണ്. അങ്ങനെ പീറ്റർ തന്റെ വീട്ടിലെത്തി. ആ സമയം ആലിസ് പീറ്ററിനോട് ചോദിക്കുകയാണ്, ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അതിന് പീറ്റർ പറയുകയാണ്, ആലിസെ, ഞാൻ പറയുന്നതൊന്നും നീ ക്ഷമയോടെ കേൾക്ക്. അതായത് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടില്ല. എന്തെന്നാൽ എനിക്ക് നിങ്ങൾ കരുതുന്നത് പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതെല്ലാം കേട്ട് നമ്മുടെ ആലിസിനാണെങ്കിൽ കട്ടക്കലിപ്പാവുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആലിസ് പീറ്ററുമായി വഴക്കുണ്ടാക്കി നിങ്ങൾക്ക് മുഴുത്ത വട്ടാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ പീറ്റർ ആണെങ്കിൽ ആലിസിനോട് നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നതെന്നും വിശ്വസിക്കാത്തത്? ഇതൊന്നും ഞാൻ കാണുന്ന സ്വപ്നങ്ങളല്ല, ഇതെല്ലാം ഒരു വാണിംഗ് ആണ്. എന്നാൽ ആലിസിനാണെങ്കിൽ പീറ്റർ പറയുന്നതിലൊന്നും യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ഒത്തിരി പേര് അവിടെ വന്നിട്ടുമുണ്ട്. ഒപ്പം അയൽവാസിയായ സാമന്തയും സാമന്തയുടെ ഭർത്താവ് റൈറ്റും കൂടാതെ അവരുടെ കുട്ടിയായ മേഘനും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പീറ്റർ ആണെങ്കിൽ വിഷമത്തിലായിരുന്നതിനാൽ തന്നെ ആ പാർട്ടിയിലൊന്നും പങ്കെടുക്കാതെ തന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ പാർട്ടിയെല്ലാം അവസാനിച്ച് ആൾക്കാരെല്ലാം അവിടെ നിന്നും പോകാൻ തുടങ്ങി. ആ സമയം സാമന്തയുടെ ഭർത്താവ് റൈറ്റ് പീറ്ററിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പീറ്ററിനോട് നീ എന്താ പുതിയ പുതിയ സ്വപ്നങ്ങളെല്ലാം കാണാൻ തുടങ്ങിയെന്ന് അറിഞ്ഞല്ലോ, നിനക്കെന്താ വട്ടായോ എന്നെല്ലാം ചോദിച്ച് പീറ്ററിനെ കളിയാക്കിക്കൊണ്ട് റൈറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ അതാ ആകാശത്ത് വലിയൊരു വെളിച്ചം കാണുന്നു. അതുകൊണ്ട് റൈറ്റ് പീറ്ററിനോട് ഇതെന്താ ഇങ്ങനെ ഒരു വെളിച്ചം എന്ന് ചോദിക്കുന്നു. അത് കേട്ട പീറ്റർ ആ വെളിച്ചം അപ്പോൾ നിനക്കും കാണാൻ പറ്റുന്നുണ്ടോ? അതെ, പീറ്റർ ഇത്രയും നാൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ തീഗോളങ്ങൾ അതാ ഭൂമിയിലേക്ക് വരുന്നു. എന്നാൽ സത്യത്തിൽ അത് തീഗോളങ്ങളായിരുന്നില്ല, മറിച്ച് ഭൂമിയിലേക്ക് വന്ന സ്പേസ് ഷിപ്പുകളായിരുന്നു അവ. നൂറുകണക്കിന് കുഞ്ഞു കുഞ്ഞു സ്പേസ് ഷിപ്പുകളാണ് അവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ട് ശരിക്കും ഞെട്ടിയത് പീറ്ററിന്റെ ഭാര്യ ആലിസ് ആണ്. എന്തെന്നാൽ പീറ്ററിന്റെ സ്വപ്നത്തിൽ ഒരു തുള്ളി പോലും ആലിസിന് വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടേക്ക് വന്ന സ്പേസ് ഷിപ്പുകൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ ഫ്ളാറ്റിലേക്കും ചറപറ വെടിവെക്കാൻ തുടങ്ങി. ആ സമയം പീറ്ററിന്റെ ഇളയ കുട്ടിയായ ലൂസി അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ അരിയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അതുകണ്ട് ആലിസ് വേഗം ലൂസിനടുത്തേക്ക് വരുന്നു. നമ്മുടെ പീറ്ററിന്റെ മൂത്ത മകളായ ഹന്ന റൈറ്റിന്റെ മകളായ മേഘന്റെ കൂടെ റൈറ്റിന്റെ ഫ്ളാറ്റിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ അവരെ രക്ഷിക്കുന്നതിനായി പീറ്ററും റൈറ്റും കൂടി അവിടേക്ക് പോവുകയാണ്. പക്ഷേ സംഭവം എന്തെന്നാൽ ഹന്നായും മേഘനും ലിഫ്റ്റിലൂടെയാണ് അവിടേക്ക് പോയത്. ആ സമയം ഇവിടെ വെടിവെപ്പ് നടന്നതിനാൽ കറണ്ട് എല്ലാം പോയിരുന്നു. അതിനാൽ ഹന്നായും മേഘനും ഇപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതറിഞ്ഞ പീറ്ററും റൈറ്റും കൂടി ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പീറ്ററും റൈറ്റും കൂടി എങ്ങനെയൊക്കെയോ ലിഫ്റ്റിന്റെ മുകളിൽ ഉണ്ടായിരുന്ന നിലയിലൂടെ താഴേക്കിറങ്ങി കുട്ടികളെ ലിഫ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. അതിനുശേഷം കുട്ടികളെയും കൂട്ടി പീറ്ററും റൈറ്റും കൂടി മുകളിലേക്ക് തന്നെ തിരികെ വരികയാണ്. ആ സമയം ആലിസ് അത്ഭുതത്തോടെ പീറ്ററിനോട് ചോദിക്കുകയാണ്, പീറ്റർ, നിങ്ങൾ ഇത്രയും നാളും
കണ്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കാര്യവും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ പീറ്റർ പറയുകയാണ്, ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ കമ്പനിയുടെ ബോസ് ഉണ്ടല്ലോ ഡേവിഡ്, അതുപോലെ തന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളും അവരുടെ എല്ലാവരുടെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പറഞ്ഞിരുന്നത് ഒരേ കാര്യമാണ്, ഫാക്ടറിയിലേക്ക് പോകാം, അവിടെയാണ് സേഫ് എന്ന്. എങ്കിൽ നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ആലിസ് ചോദിക്കുകയാണ്. പക്ഷേ അവിടേക്ക് എങ്ങനെ പോകും? അവരിപ്പോൾ ഉള്ളത് ആ ഫ്ളാറ്റിന്റെ ഏകദേശം മുകളിലുള്ള ഒരു നിലയിലാണ്. മാത്രവുമല്ല സ്പേസ് ഷിപ്പുകളിൽ വന്നിരുന്ന ഏലിയനുകളിൽ കുറെ എണ്ണം ആ ഫ്ളാറ്റിലേക്ക് കയറിയിട്ടുമുണ്ട്. ഗ്ലാസ് കൊണ്ടുള്ള മാസ്കും കൊളകൊളാന്നുള്ള ശരീരവുമായിരുന്നു ആ ഏലിയനുകൾക്ക്. അങ്ങനെ കുട്ടികളെ ആദ്യം സേഫ് ആക്കുന്നതിനായി ആലിസും പീറ്ററും കൂടി ഹന്നായെയും ലൂസിനെയും അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാരയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം അവരുടെ അപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ട് അതിനെ സോഫയും കട്ടിലും എല്ലാം ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അതേസമയം അവരുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഒരു ഏലിയൻ എത്തി. ഉള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കിയ ഏലിയൻ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആലിസും പീറ്ററും ചേർന്ന് ഏലിയൻ ആ വാതിൽ തുറക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ സമയം അലമാരയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ കാണിക്കുന്നു. ആ ചെറിയ കുട്ടിയായ ലൂസി തന്റെ കയ്യിലുണ്ടായിരുന്ന പാവക്കുട്ടിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് അലമാരയിൽ നിന്നും എഴുന്നേറ്റ് മൂത്ത കുട്ടിയായ ഹന്ന പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ആ പാവക്കുട്ടിയെ തപ്പി പോവുകയാണ്. എന്നാൽ ഇതൊന്നും പീറ്ററും ആലിസും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറെ നേരം തള്ളിമടുത്ത ഏലിയൻ അവസാനം തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ആ വാതിൽ വെടിവെച്ച് തകർക്കുകയാണ്. അത് കണ്ട പീറ്ററും ആലിസും ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നും കരുതി നേരെ പിള്ളാരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ലൂസി അവിടെ ഇല്ലെന്നുള്ള കാര്യം അവരറിയുന്നത്. ആ സമയം ലൂസി തന്റെ പാവക്കുട്ടിയും എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അതേസമയം ലൂസി ഉണ്ടായിരുന്ന ആ റൂമിലേക്ക് ആ ഏലിയൻ വരികയാണ്. അവിടെയെല്ലാം നോക്കിയ ഏലിയൻ ആരെയും കാണാത്തതിനാൽ തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ലൂസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാവക്കുട്ടി ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അത് കേട്ട ഏലിയൻ പതിയെ ലൂസിന്റെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതായത് പിന്നിലൂടെ വന്ന നമ്മുടെ പീറ്റർ ഏലിയന്റെ തലക്കിട്ട് ഒറ്റയടി അടിക്കുകയാണ്. അടികൊണ്ട് ഏലിയൻ ആണെങ്കിൽ തെറിച്ചുപോയി വീഴുന്നു. ആ സമയം ഏലിയന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പീറ്റർ കൈക്കലാക്കുകയാണ്. അതിനുശേഷം ആ തോക്ക് ഉപയോഗിച്ച് ആ ഏലിയനെ വെടിവെക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തെന്നാൽ ആ തോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ തോക്കിന്റെ ഉടമയായ ഏലിയന്റെ ഫിംഗർ പ്രിന്റ് വേണമായിരുന്നു. അങ്ങനെ പീറ്ററും ഏലിയനും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം ആ ഏലിയൻ നമ്മുടെ പീറ്ററിനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആലിസ് നല്ല കനമുള്ള ഒരു സാധനം എടുത്ത് ആ ഏലിയന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. ആ അടി കൊണ്ട് ഏലിയൻ തെറിച്ചുപോയി വീഴുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്നും ആ ഫ്ളാറ്റിന് മുകളിലേക്ക് പോവുകയാണ്. പീറ്ററിന്റെ കയ്യിലാണെങ്കിൽ ആ ഏലിയന്റെ കയ്യിൽ നിന്നും എടുത്ത തോക്കുണ്ടായിരുന്നു. എന്നാൽ ആ തോക്ക് കൊണ്ടാണെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. എന്തെന്നാൽ അത് ഉപയോഗിക്കണമെങ്കിൽ ആ ഏലിയന്റെ ഫിംഗർ പ്രിന്റ് ആവശ്യമാണ്. അവർ പോകുന്ന വഴിയിലെല്ലാം മനുഷ്യന്മാരുടെ ശവങ്ങളാണ് കിടക്കുന്നത്. അതായത് അവിടെ വന്നിറങ്ങിയ ഏലിയൻസ് എല്ലാം കണ്ണിൽ കാണുന്ന എല്ലാ മനുഷ്യന്മാരെയും കൊന്നുകളയുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവസാനം ഏലിയൻസിന്റെ എല്ലാം കണ്ണും വെട്ടിച്ച് ആ ഫ്ളാറ്റിന്റെ മുകളിലെത്തി. അങ്ങനെ അവരവിടെ നിന്നും ചുറ്റിനും നോക്കുമ്പോൾ തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന ഫ്ളാറ്റുകളിലെല്ലാം തീ കത്തി എരിയുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വന്ന ഏലിയൻസ് എല്ലാം എവിടെയൊക്കെ മനുഷ്യരെ കാണുന്നു അവിടെയെല്ലാം ചുട്ടി ചാമ്പലാക്കുകയാണ്. അങ്ങനെ അവരവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിലേക്ക് ഒരു സ്പേസ് ഷിപ്പ് വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ലൈവായിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവരത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നിന്നിരുന്ന ഫ്ളാറ്റിന് മുകളിലേക്കും ഒരു സ്പേസ് ഷിപ്പ് വരികയാണ്. എന്നിട്ട് അവർ നിൽക്കുന്നിടത്തേക്കെല്ലാം ലൈറ്റ് അടിച്ചു നോക്കുകയാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചുമരിന് പുറകിൽ അവരെല്ലാവരും ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന്. അവരുടെ ആ ഫ്ളാറ്റിന്റെ സ്റ്റെപ്പിലൂടെ എന്തായാലും അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്തെന്നാൽ താഴെ മുഴുവനും ഏലിയൻസ് ആണ്. അപ്പോഴാണ് അവർ വലിയ വലിയ ബിൽഡിംഗ്സിന്റെ എല്ലാം ഗ്ലാസുകൾ തുടയ്ക്കാനായി ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ, അതവർ കാണുകയാണ്. അങ്ങനെ ആ ലിഫ്റ്റിലേക്ക് അവരെല്ലാവരും കയറുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ ലിഫ്റ്റിലാണെങ്കിൽ 1-2 ആൾക്കാരെ താങ്ങാനുള്ള ശേഷിയേ ഉള്ളൂ. അവരാണെങ്കിൽ ആകെ 7 പേരുമുണ്ട്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് അത് മനസ്സിലായി, ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് ആ ലിഫ്റ്റിൽ പോകാൻ കഴിയില്ലെന്ന്. അതിനാൽ തന്നെ അവരെല്ലാവരും പാതിയിൽ വെച്ച് ആ ഫ്ളാറ്റിന്റെ ഗ്ലാസ് തകർത്ത് ഫ്ളാറ്റിനകത്തേക്ക് തന്നെ കയറുന്നു. എന്തായാലും അവരുടെ തീരുമാനം കറക്റ്റ് ആയിരുന്നു. എന്തെന്നാൽ എല്ലാവരും അകത്ത് കയറിയ ഉടൻ തന്നെ ആ ലിഫ്റ്റ് തകർന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തു. അതേസമയം പീറ്ററും ആലിസും ചേർന്ന് അടിച്ചു വീഴ്ത്തിയ ആ ഏലിയൻസിനെ കാണിക്കുന്നു. ആ ഏലിയൻസ് ആണെങ്കിൽ അവരുടെ അടിയേറ്റ് മയങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് മയക്കത്തിൽ നിന്ന് ഉണരുകയും ചെയ്തു.
അത് ഉണർന്ന ഉടൻ തന്നെ ആദ്യം തിരക്കിയത് അതിന്റെ ഗണ്ണാണ്. അപ്പോഴാണ് അതിന് തന്റെ ഗൺ മിസ്സായെന്നുള്ള കാര്യം മനസ്സിലായത്. എന്നാൽ ആ മിസ്സായ ഗൺ കണ്ടുപിടിക്കാനുള്ള വഴിയും ആ ഏലിയൻസിന്റെ കയ്യിൽ തന്നെയുണ്ട്. അതായത് ആ ഗണ്ണിനകത്തൊരു ട്രാക്കർ ഉണ്ട്. ആ ട്രാക്കർ വെച്ച് ഏലിയൻസിന്റെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ ആ ഗണ്ണിപ്പോൾ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ആ ഏലിയൻ ആ തോക്ക് ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് കണ്ടെത്തി. അതായത് ആ തോക്ക് ഇപ്പോഴുള്ളത് നമ്മുടെ പീറ്ററിന്റെ കയ്യിലാണ്. അങ്ങനെ ആ ഏലിയൻ തന്റെ തോക്കിനടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ പീറ്ററും സംഘവും ഒരിടത്ത് സേഫ് ആണെന്ന് ഓർത്തിരിക്കുകയാണ്. പീറ്റർ അപ്പോഴും ഏലിയന്റെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഗൺ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുക എന്ന് നോക്കുകയായിരുന്നു. ആ സമയം ആലിസ് പീറ്ററിനടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, പീറ്ററെ, നിങ്ങൾ സ്വപ്നത്തിൽ വേറെ എന്തൊക്കെയാണ് കണ്ടത്? ആ സമയം പീറ്റർ തന്റെ സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. അതായത് തന്റെ 2 മക്കളായ ഹന്നായും ലൂസിയും ഒരു മൃതദേഹത്തിനടുത്തിരുന്ന് കരയുന്നതായിട്ടാണ് പീറ്റർ കാണുന്നത്. എന്നാൽ പീറ്റർ അതിനെക്കുറിച്ച് ആലിസിനോട് പറഞ്ഞതുമില്ല. എന്തെന്നാൽ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ആലിസ് വളരെയധികം സങ്കടപ്പെടുമെന്ന് പീറ്ററിന് അറിയാമായിരുന്നു. അങ്ങനെ പീറ്റർ ആലിസിനോട് പറയുകയാണ്, ആലിസ്, ഞാൻ ആകെ ഒരേ ഒരു കാര്യമേ കണ്ടിട്ടുള്ളൂ. അതായത് എന്റെ കമ്പനിയിലെ ബോസായ ഡേവിഡിന്റെ അടുത്തേക്ക് പോകുന്ന കാര്യം. നമുക്ക് എങ്ങനെയെങ്കിലും വേഗം ആ ഫാക്ടറിയിലേക്ക് എത്തണം. ആ സമയം അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സമാന്ത പറയുകയാണ്, അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഈ ഫ്ലാറ്റില്ലേ, ഇതിനടിയിൽ ഒരു ടണലുണ്ട്. ആ ടണൽ നേരെ പോകുന്നത് ആ ഫാക്ടറിയിലേക്കാണ്. നമുക്ക് ആ ടണലിലൂടെ ഫാക്ടറിയിലേക്ക് പോയാലോ? അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഒരു ഏലിയൻ വരുന്നു. ഒപ്പം തന്നെ അവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ബ്ലാസ്റ്റിൽ പീറ്ററും പീറ്ററിന്റെ കുടുംബവും രക്ഷപ്പെട്ടു. എന്നാൽ സമാന്തയുടെ ഭർത്താവ് റൈറ്റും മകൾ മേഗാനും മരിച്ചു പോവുകയാണ്. പീറ്റർ പിന്നെ ഒന്നും നോക്കിയില്ല. പിള്ളേരെയും ഭാര്യയും കൂട്ടി അവിടെ നിന്നും ഓടുകയാണ്. അതേസമയം തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഏലിയന്റെ ഗണ്ണ് ഒരു പിന്ന് ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്ത് അതിന്റെ സിസ്റ്റം എല്ലാം മാറ്റിയെടുക്കുന്നു. അങ്ങനെ ആ ഗണ്ണ് വർക്കാകാൻ തുടങ്ങി. ഒപ്പം തന്നെ അവരുടെ പിറകെ വന്ന ഏലിയൻസിനെല്ലാം ആ തോക്ക് ഉപയോഗിച്ച് പീറ്റർ കൊന്നുകളയുകയാണ്. അങ്ങനെ ഒരു തരത്തിൽ പീറ്റർ തന്റെ കുടുംബത്തെയും കൂട്ടി ആ ഫാക്ടറിയുടെ ഏറ്റവും താഴെ എത്തി. അവിടെ ആകെ മൊത്തം ഒരു യുദ്ധം നടന്ന സ്ഥലം പോലെയായിരുന്നു. അതേസമയം തന്നെ പീറ്റർ ആ ടണൽ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പീറ്റർ തന്റെ കുട്ടികളായ ഹന്നയെയും ലൂസിയെയും ആ ടണലിനകത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം ആലിസിനെ ഇറക്കാൻ തുടങ്ങുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഒരു ചെറിയ സ്പേസ് ഷിപ്പിൽ ഒരു ഏലിയൻ വരുന്നു. അതുകൊണ്ട് ആലിസും പീറ്ററും വേഗം ടണലിനകത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം തന്നെ ആ സ്പേസ് ഷിപ്പിനകത്തു നിന്നും ഒരു ബോംബ് വരികയാണ്. ആ ബോംബിൽ അവിടെ മുഴുവൻ തകർന്നു പോവുകയാണ്. എന്നാൽ പീറ്ററും ആലിസും കുട്ടികളും അതിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ആലിസിന്റെ വയറിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റുകയും ചെയ്തു. ആ മുറിവിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബ്ലഡും വരുന്നുണ്ട്. അതിനാൽ തന്നെ ആലിസിനാണെങ്കിൽ ഒട്ടും നടക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ പീറ്റർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പീറ്റർ ആലിസിനെ തന്റെ തോളിൽ എടുത്തുകൊണ്ട് പതിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അതേസമയം തന്നെ തന്റെ ഗണ്ണ് ട്രാക്ക് ചെയ്തുകൊണ്ട് വന്ന ഏലിയൻ പീറ്ററിന്റെ മുമ്പിലേക്ക് ചാടി വീഴുകയാണ്. എന്നാൽ സകല നിയന്ത്രണം പോയിരുന്ന നമ്മുടെ പീറ്റർ തന്റെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം വെച്ച് ആ ഏലിയനുമായി പോരാടുന്നു. അവസാനം തന്റെ കയ്യിൽ കിട്ടിയ ഒരു കല്ലുപയോഗിച്ച് ആ ഏലിയന്റെ തല അടിച്ചു പൊട്ടിക്കുന്നു. തലയ്ക്കടിയേറ്റ ഏലിയൻ ആണെങ്കിൽ താഴെ വീഴുകയും ചെയ്തു. എന്നാൽ അത് ശരിക്കും ഏലിയന്റെ തലയായിരുന്നില്ല, ഒരു ഹെൽമറ്റ് ആയിരുന്നു. അങ്ങനെ ആ ഏലിയൻ തന്റെ ആ ഹെൽമറ്റ് മാറ്റുന്നു. അത് കണ്ട പീറ്ററും ഒപ്പം നമ്മളും ഞെട്ടിപ്പോകും. എന്തെന്നാൽ ആ ഹെൽമറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ഏലിയൻ ആയിരുന്നില്ല, മറിച്ച് അതൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് പീറ്റർ, നീ ഏലിയൻ അല്ലായിരുന്നോ, മനുഷ്യനായിരുന്നോ? ഇനി പറയാൻ പറ്റില്ലല്ലോ. പുറത്തുനിന്ന് വരുന്ന ഏലിയന് മനുഷ്യന്റെ അതേ രൂപമാണെങ്കിലോ? അതിനാൽ തന്നെ അതൊരു ഏലിയൻ ആണെന്ന് പീറ്റർ വിശ്വസിക്കുകയാണ്. അതിനാൽ തന്നെ പീറ്റർ ആ ഏലിയന്റെ തോക്കെടുത്ത് ഏലിയന് നേരെ ചൂണ്ടിയിട്ട് പറയുകയാണ്, എന്റെ വൈഫിനാണെങ്കിൽ തീരെ വയ്യ, അതിനാൽ ഇനി അവളെ നീ വേണം എടുത്തുകൊണ്ട് പോകാൻ എന്നും പറഞ്ഞ ആ ഏലിയനെ പീറ്റർ ഭീഷണിപ്പെടുത്തുകയാണ്. അത് കേട്ട് ആ ഏലിയൻ വേറെ വഴിയില്ലാതെ ആലിസിനെയും എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ടണലിന്റെ അങ്ങേയറ്റത്തെത്തി. അവിടെയാണ് ആ ഫാക്ടറിയും ഉള്ളത്. എന്നാൽ ആ ടണലിന്റെ ഡോർ ആണെങ്കിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പീറ്റർ അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റൽ ലോക്കിൽ തനിക്ക് അറിയാവുന്ന നമ്പറുകളെല്ലാം ഞെക്കി നോക്കുന്നുണ്ട്. എങ്കിലും അത് തുറക്കാൻ കഴിയുന്നില്ല. എന്നാൽ പെട്ടെന്ന് ആ ഡോർ തുറന്നു വരികയാണ്. അതെ, പീറ്ററിന്റെ ബോസായ ഡേവിഡും കൂട്ടുകാരുമാണ് ഇപ്പോൾ ആ ഡോർ തുറന്നു കൊടുക്കുന്നത്. പീറ്റർ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ബോസായ ഡേവിഡിന്റെയും കൂട്ടുകാരുടെയും കയ്യിൽ തോക്കുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആലിസിന് പരിക്ക് പറ്റിയെന്നറിഞ്ഞ അവർ ഉടൻ തന്നെ ആലിസിനെ
ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ കണ്ട ഏലിയനെ അവരെല്ലാവരും ചേർന്ന് അടിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ആലിസിന്റെ ദേഹത്തേക്ക് ഷോക്ക് കൊടുത്തുകൊണ്ട് ആലിസിനെ ഉണർത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പീറ്റർ അവരോട്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ അവൾ മരിച്ചു പോകില്ലേ? അതുകൊണ്ട് ഡേവിഡ് പീറ്ററിനോട് പറയുകയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കെ, ആലിസിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാം. എങ്കിലും അവരുടെ ചികിത്സാ രീതികൾ കണ്ടിട്ട് പീറ്ററിന് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇവർ ഒളിച്ചിരുന്ന സ്ഥലം ഏലിയൻസ് എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ അവരുടെ ആ ഫാക്ടറിയുടെ റൂഫ് ടോപ്പിന് മുകളിൽ ഏലിയൻസ് എല്ലാം ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഡേവിഡ് ബോസ് അവരോടെല്ലാം പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം. നമ്മുടെ ഈ വംശത്തെ ആകെ ഇനി ബാക്കിയുള്ളത് കുറച്ച് മനുഷ്യരാണ്. നമുക്ക് അവരെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ നമ്മുടെ ഈ വംശത്തെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് പീറ്ററെ, നിനക്ക് 2 മക്കളുണ്ട്. അതിനാൽ വരൂ, നമുക്ക് ഇവിടെ നിന്നും എത്രയും വേഗം പോകണം. അതായത് ആലിസിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വരാനാണ് ഡേവിഡ് ബോസ് പീറ്ററിനോട് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് പീറ്ററിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഡേവിഡ് ബോസും കൂട്ടുകാരും ചേർന്ന് പീറ്ററിനെയും കുട്ടികളെയും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അത് കണ്ടപ്പോൾ അവരുടെ കൂടെയുള്ള ആ മനുഷ്യരൂപത്തിലുള്ള ഏലിയൻ പറയുകയാണ്, ആലിസിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും, ഞാൻ രക്ഷിക്കാം ആലിസിനെ. എന്നാൽ അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ആ ഏലിയനെ അടിച്ചു താഴെയിടുകയാണ്. അതുകൊണ്ട് പീറ്റർ ബോസിനോട് പറയുകയാണ്, നിങ്ങൾ എന്റെ മക്കളെയും കൊണ്ട് പോയിക്കോളൂ. ഞാൻ ആ ഏലിയൻ പറഞ്ഞതുപോലെ എന്റെ ഭാര്യയെ രക്ഷിച്ചിട്ട് വരാം. ആ ഏലിയന് എന്റെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അവളെ ജീവനോടെ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് ദയവായി നിങ്ങൾ അവനെ എനിക്ക് വിട്ടുതരണം. എന്റെ ഈ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. എന്നിട്ട് പീറ്റർ തന്റെ കുട്ടികളായ ഹന്നയുടെയും ലൂസിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഈ അങ്കിളിന്റെ കൂടെ പോയിക്കോളൂ. ഞാൻ അമ്മയെ ജീവനോടെ തന്നെ കൊണ്ടുവരാം. എന്നിട്ട് മൂത്ത മകൾ ഹന്നയോട് ലൂസിയെ നോക്കിക്കോണം എന്നും പറഞ്ഞ് ഡേവിഡ് ബോസിന്റെ കൂടെ അവരെ പറഞ്ഞു വിടുകയാണ്. എന്തായാലും നമ്മുടെ ഡേവിഡ് ബോസിനും അവിടെയുള്ള മനുഷ്യർക്കും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അതിനാൽ തന്നെ ബോസും കൂട്ടുകാരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയും പീറ്ററിന്റെ കുട്ടികളെയും എല്ലാം മറ്റൊരു ടണലിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ പീറ്റർ തന്റെ കൂടെയുള്ള ആ ഏലിയനോട് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ പറയുകയാണ്. അത് കേട്ട് ആ ഏലിയൻ വളരെ കൂളായി വന്ന് ആലിസിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കീറി മുറിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് പീറ്റർ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്താൽ അവൾ മരിച്ചു പോകില്ലേ? എന്നാൽ അതൊന്നും ആ ഏലിയൻ മൈൻഡ് ചെയ്യുന്നതുമില്ല. എന്നിട്ട് ആ ഏലിയൻ പീറ്ററിനോട് പറയുകയാണ്, ഇത് സക്സസ് ആകണമെങ്കിൽ കുറച്ച് പവർ കൂടി ആവശ്യമുണ്ട്, എങ്കിലേ ഇത് വർക്ക് ആവുകയുള്ളൂ. അത് കേട്ട് പീറ്റർ ഏലിയനോട്, പവറോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിന് ഏലിയൻ പീറ്ററിനോട്, നിന്റെ ഭാര്യയുടെ ജീവൻ നിനക്ക് രക്ഷിക്കണമെങ്കിൽ നീ നിന്റെ നെഞ്ച് ഈ കത്തി ഉപയോഗിച്ച് കീറാൻ പറയുകയാണ്. അത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ പീറ്ററിനൊന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും തന്റെ ഭാര്യയെ ജീവനോടെ കിട്ടുമല്ലോ എന്ന് കരുതി പീറ്റർ ആ കത്തി ഉപയോഗിച്ച് തന്റെ നെഞ്ച് കുത്തി കീറുകയാണ്. എന്നാൽ നമ്മുടെ പീറ്ററിനാണെങ്കിൽ ഒരു തുള്ളി പോലും വേദന എടുക്കുന്നതുമില്ല. പീറ്ററിന് തന്റെ ആ നെഞ്ച് കീറി കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. അതായത് പീറ്ററിന്റെ നെഞ്ചിനുള്ളിൽ ഒരുപാട് ഇലക്ട്രോണിക്സുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഓരോരോ കാര്യങ്ങളുമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അത് കണ്ട് പീറ്ററിന് എന്താണ് സംഭവമെന്ന് ഒന്നും മനസ്സിലായില്ല. എന്നാൽ പീറ്ററിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഏലിയൻ പീറ്ററിന്റെ നെഞ്ചിനകത്തുണ്ടായിരുന്ന ഒരു സോക്കറ്റിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുകയാണ്. ഒപ്പം ആ വയറിന്റെ മറ്റേ അറ്റം നമ്മുടെ ആലിസിനെയും കണക്ട് ചെയ്തു. അതിനുശേഷം ആലിസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും ആ ഏലിയൻ മാറ്റുകയാണ്. ഇപ്പോഴാണ് ആ ട്വിസ്റ്റ് മനസ്സിലായത്. അതായത് ഇത്രയും നേരം നമ്മൾ ഏലിയൻ ആണെന്ന് കരുതിയില്ലേ, അതാണ് ശരിക്കുള്ള മനുഷ്യൻ. പിന്നെ ഇത്രയും നേരം നമ്മൾ മനുഷ്യനാണെന്ന് കരുതിയിരുന്ന പീറ്ററും ആലിസും പീറ്ററിന്റെ മക്കളും ബോസായ ഡേവിഡും ആൾക്കാരും ഒക്കെ ഇല്ലേ, ഇവരെല്ലാവരുമാണെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടുകളാണ്. അതായത് ശരിക്കും ഏലിയനുകളുടെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയുന്നത് നമ്മുടെ പീറ്ററിനെയും പീറ്ററിന്റെ കൂടെയുള്ളവരെയുമായിരുന്നു. ശരിക്കും എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? അത് മനസ്സിലാക്കാൻ കുറച്ച് വർഷങ്ങൾ പിറകിലേക്ക് പോകണം. അന്ന് ഈ ലോകത്ത് ശരിക്കുമുള്ള മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടെക്നോളജി എല്ലാം വളരെയധികം വളർന്നു കഴിഞ്ഞപ്പോൾ AI ഉപയോഗിച്ചുള്ള വളരെയധികം കാര്യങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലിക്കായിട്ട് പലയിടത്തും AI ഉപയോഗിച്ചുള്ള റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ കമ്പനിയിലാണ് നമ്മുടെ പീറ്ററും ജോലി ചെയ്യുന്നത്. അവിടെ ഒരു ക്ലീനിംഗ് ബോയ് ആയിട്ട് പീറ്ററും ഒരു AI റോബോട്ട് മാത്രമാണ്. ഇപ്പോൾ ആ കമ്പനിയിലുള്ള വലിയ വലിയ ആൾക്കാരും ആ രാജ്യത്തെ ചില നേതാക്കന്മാരുമെല്ലാം ചേർന്ന് വലിയ വലിയ ചർച്ചകൾ ചെയ്യുകയാണ്. അതായത് ലോകത്തിന് പകുതിയിലധികം ജോലികൾ ചെയ്യുന്നതും AI ഉപയോഗിച്ചുള്ള റോബോട്ടുകളാണ്. ഇത് ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ മനുഷ്യന്റെ കാര്യം അവതാളത്തിലാകും. ഈ റോബോട്ടുകൾ എല്ലാവരും ചേർന്ന് മനുഷ്യനെതിരായി തിരിഞ്ഞാൽ ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അങ്ങനെ അവിടെയുള്ള മനുഷ്യരെല്ലാം ചേർന്ന് പോരാട്ടം നടത്തുകയാണ്. അതായത് AI ഉപയോഗിച്ചുള്ള റോബോട്ടുകളെല്ലാം നശിപ്പിച്ചു കളയാം എന്നും പറഞ്ഞ്
ഇതെല്ലാം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ലീനിംഗ് ബോയ് ആയിട്ടുള്ള നമ്മുടെ പീറ്റർ റോബോട്ടും കേൾക്കുന്നുണ്ട്. അതേ കമ്പനിയിൽ തന്നെ ക്ലീനിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു പീറ്ററിന്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ആലിസും. ആലിസും ഒരു AI റോബോട്ട് തന്നെയാണ്. അവരുടെ ആ കമ്പനിയുടെ പുറത്താണെങ്കിൽ ഇപ്പോൾ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് AI റോബോട്ടുകളെ വേണ്ട എന്നുള്ള സമരം തന്നെ. ഇതെല്ലാം പീറ്ററിനൊപ്പം നിന്ന് ആലിസും കാണുന്നുണ്ട്. ഈ AI റോബോട്ടുകൾ വന്നിട്ട് കുറച്ചധികം കാലമായി. അതിനാൽ തന്നെ മനുഷ്യന് പരിണാമം സംഭവിച്ചതുപോലെ ഈ AI റോബോട്ടുകൾക്കും പരിണാമം സംഭവിച്ചിട്ടുണ്ട്. അതായത് എന്തിനും സിനിമയിലെ റോബോട്ടിന് ഫീലിങ്സ് വന്നതെങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ AI റോബോട്ടുകൾക്കും പതിയെ പതിയെ ഫീലിങ്സുകളെല്ലാം വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ സമരം ചെന്ന് അവസാനം എത്തിയത് വലിയൊരു യുദ്ധത്തിലാണ്. അതായത് മനുഷ്യരും AI റോബോട്ടുകളും തമ്മിലുള്ള യുദ്ധം. അങ്ങനെ ആ കമ്പനിക്കകത്തേക്കും കുറച്ച് പട്ടാളക്കാർ വരികയാണ്. ആ പട്ടാളക്കാരാണെങ്കിൽ ആലിസിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് കണ്ട നമ്മുടെ പീറ്ററിന് സഹിച്ചില്ല. നമ്മുടെ പീറ്റർ ആണെങ്കിൽ ചാടി ചെന്ന് ആ പട്ടാളക്കാരന്റെ മോന്ത ഇടിച്ച് തകർക്കുന്നു. എന്നിട്ടും കലിപ്പ് തീരാത്ത പീറ്റർ ആ പട്ടാളക്കാരന്റെ മുഖം തന്റെ കൈ ഉപയോഗിച്ച് ഇടിച്ചിടിച്ച് ചതയ്ക്കുകയാണ്. അതായത് പീറ്റർ കാണുന്ന സ്വപ്നങ്ങളിലെ കാര്യങ്ങളൊന്നും വരാനിരിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിരുന്നു. പീറ്റർ ആ പട്ടാളക്കാരന്റെ മുഖം ഇടിച്ചു പഞ്ചറാക്കിയത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി AI റോബോട്ടുകളും കാണുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ പീറ്റർ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, നമുക്കും ഈ ലോകത്ത് ജീവിക്കണം. അതായത് മനുഷ്യരെ പോലെ തന്നെ AI റോബോട്ടുകൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. അതിനാൽ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഇവരെ കൊല്ലണമെങ്കിൽ കൊല്ലുക തന്നെ വേണം. അങ്ങനെ ആ യുദ്ധം വലുതായി. മനുഷ്യരും AI റോബോട്ടുകളും തമ്മിലുള്ള യുദ്ധം. ഭൂമിയിൽ ഉണ്ടായിരുന്ന 3/4% മനുഷ്യരെയും AI റോബോട്ടുകൾ കൊന്നില്ലാതാക്കി കളയുകയാണ്. അതിനുശേഷം പീറ്ററും പീറ്ററിന്റെ ബോസും ആലിസും കുറച്ച് ആളുകളും ചേർന്ന് അവിടെയുള്ള ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇതാണ് പീറ്റർ സ്വപ്നത്തിൽ ഫാക്ടറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ തോറ്റ മനുഷ്യരെല്ലാവരും അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ ചൊവ്വാഗ്രഹത്തിലേക്ക്. അതിനുശേഷം മനുഷ്യരെല്ലാവരും അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ആ യുദ്ധമെല്ലാം കഴിഞ്ഞ് പീറ്ററും ആലിസും നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പീറ്ററിന്റെയും ആലിസിന്റെയും മക്കളായ ഹെന്നയും ലൂസിയും അവിടെ ഇരുന്ന് കരയുന്നതായി കാണുന്നു. അതായത് അവരുടെ അമ്മയുടെ അച്ഛന്റെ സ്ഥാനത്തുള്ള AI റോബോട്ടുകൾ ആ യുദ്ധത്തിൽ മരിച്ചു പോയിരുന്നു. അതെന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല അല്ലേ? അതായത് പീറ്ററും ആലിസും ആയിരുന്നില്ല ഹെന്നയുടെയും ലൂസിയുടെയും ശരിക്കുള്ള മാതാപിതാക്കൾ. ഹെന്നയുടെയും ലൂസിയുടെ ശരിക്കുള്ള മാതാപിതാക്കൾ ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ മരിച്ചു പോയിരുന്നു. ഈ സ്വപ്നമായിരുന്നു പീറ്റർ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഹന്നയും ലൂസിയും ഒരു ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് കരയുന്നതായിട്ടുള്ള സ്വപ്നം. അങ്ങനെ പീറ്ററും ആലിസും ചേർന്ന് ഹന്നയെയും ലൂസിയെയും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിന് അവസാനം വന്നിരിക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന AI റോബോട്ടുകൾ ഈ ഭൂമിയിൽ മനുഷ്യരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ അവരും ഇവിടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടറികളും സിസ്റ്റവും പ്രോഗ്രാമുകളും എല്ലാം അവർ തന്നെ നിർമ്മിച്ചെടുക്കുന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ AI റോബോട്ടുകളും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളയുകയാണ്. അതിനുശേഷം അവരുടെ മെമ്മറിയിലേക്ക് ഫാമിലി, ബന്ധങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. അതായത് മനുഷ്യർ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ പ്രോഗ്രാം ചെയ്തെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ റോബോട്ടിന്റെ ഉള്ളിലേക്കും ആ പ്രോഗ്രാം എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതായത് ആ റോബോട്ടുകൾക്ക് പോലും അറിയില്ല അവരിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. അവരെല്ലാവരും AI റോബോട്ടുകളാണെന്നുള്ള കാര്യമെല്ലാം മറന്ന് ശരിക്കുള്ള മനുഷ്യരാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവർ ആ പ്രോഗ്രാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പീറ്ററും ആലിസും ഹന്നയും ലൂസിയും ഒരു കുടുംബമായിട്ട് തന്നെയാണ് വിശ്വസിക്കുന്നതും. എന്നാൽ നമ്മുടെ പീറ്ററിന്റെ പ്രോഗ്രാമിൽ ഒരു ഗ്ലിച്ച് വന്നിട്ടുണ്ട്. അതിനാലാണ് പീറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും ഇപ്പോഴുള്ള കാലം കാണിക്കുന്നു. അതായത് പീറ്ററിന്റെ മുമ്പിലിരുന്ന ആ ഏലിയൻ ശരിക്കും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന AI റോബോട്ടുകളെല്ലാം ചേർന്ന് അടിച്ചോടിച്ചതാണ് ഇവരെയെല്ലാം. എന്നാൽ ഇതെല്ലാം നടന്നിട്ട് 50 വർഷത്തിന് മുകളിലായിരുന്നു. ഇത്രയും നാളും മനുഷ്യർ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതായത് ഈ AI റോബോട്ടുകളുമായി യുദ്ധം ചെയ്ത് തങ്ങളുടെ സ്വന്തം ഭൂമി തിരിച്ചു പിടിക്കാനായി. നമ്മുടെ പീറ്റർ ഇപ്പോൾ AI റോബോട്ട് ആണെങ്കിലും പീറ്ററിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ പ്രോഗ്രാം ആയിരുന്നല്ലോ. അതിനാൽ തന്നെ ഒരു കുറ്റബോധം തോന്നുകയാണ്. അതായത് തങ്ങൾ അന്ന് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം. അതേസമയം ഡേവിഡ് ബോസും ബാക്കിയുള്ള AI റോബോട്ടുകളും, അതായത് നമ്മൾ ഇത്രയും നേരം മനുഷ്യരാണെന്ന് കരുതിയിരുന്ന AI റോബോട്ടുകളും അവർ ടണലിന്റെ മറ്റേ അറ്റത്ത് എത്തിയിരുന്നു. അവിടെയാണെങ്കിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിലാണ് അവർ രക്ഷപ്പെടാനായി പോകുന്നത്. നമ്മുടെ ഈ ബോസ് ആയിട്ടുള്ള ഡേവിഡിനാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. അതിനാലാണ് എല്ലാവരുടെയും ബോസായി ഡേവിഡ് ഉള്ളത്. അങ്ങനെ എല്ലാവരും
എല്ലാവരും ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞു. എന്നാൽ പീറ്ററിന്റെ ആലിസിന്റെ മക്കളായ ഹന്നയും ലൂസിയും മാത്രം ട്രെയിനിൽ കയറിയിരുന്നില്ല. അവർ ഞങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാതെ ട്രെയിനിൽ കയറില്ല എന്ന് പറഞ്ഞു. ആ സമയം പീറ്ററിനെയും ആലിസിനെയും കാണിക്കുന്നു. ആലിസ് ആണെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിരിക്കുകയാണ്. ആലിസിനെ റെഡിയാക്കി എടുത്തതോ നമ്മൾ ഇത്രയും നേരം ഏലിയൻ ആണെന്ന് കരുതിയ മനുഷ്യൻ തന്നെയാണ്. അതായത് AI റോബോട്ടുകളെ ആദ്യമായി നിർമ്മിച്ചെടുത്തത് മനുഷ്യന്മാർ തന്നെയാണല്ലോ. അങ്ങനെ പീറ്റർ ആ മനുഷ്യന്റെ പേരും കാര്യങ്ങളും എല്ലാം ചോദിക്കുകയാണ്. മൈൽസ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. അങ്ങനെ മൈൽസ് അവരോട് പറയുകയാണ്, നിങ്ങൾക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അധികം സമയമില്ല. അതിനാൽ എത്രയും വേഗം ഇവിടെ നിന്നും പോവുക. ഇല്ല എങ്കിൽ ആ റൂഫ് പൊളിച്ച് മനുഷ്യന്മാരെല്ലാം ഇപ്പോൾ ഇതിനകത്തെത്തും. അത് കേട്ട് പീറ്റർ ആലിസിനെയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അതേസമയം തന്നെ തന്റെ ഇളയ മകളായ ലൂസിയുടെ ഒരു പാവ അവിടെ കിടക്കുന്നതായി പീറ്റർ കാണുന്നു. അത് കണ്ട പീറ്റർ ആ പാവയും എടുത്തുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. പീറ്റർ ആണെങ്കിൽ ആ പാവ എടുക്കാൻ പോയത് അവർ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് ഇവരെല്ലാം AI റോബോട്ടുകളായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും മനുഷ്യന്മാരെ പോലെ ആയിരുന്നു. എന്തെന്നാൽ മകളോടുള്ള സ്നേഹമാണല്ലോ പീറ്ററിനെ കൊണ്ട് ആ വെടിയുണ്ടകൾക്കിടയിലൂടെ ആ പാവയെ എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ഡേവിഡ് ബോസിനെ കാണിക്കുന്നു. ഡേവിഡ് ബോസ് ഹന്നയുടെയും ലൂസിയുടെയും അടുത്ത് വന്നിട്ട്, മക്കളെ ഇനിയെങ്കിലും വരൂ, സമയം ഒരുപാടായി. ഇനി അമ്മയും അച്ഛനും വരാൻ പോകുന്നില്ല. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. എന്നാൽ ലൂസിയും ഹന്നയുമാണെങ്കിൽ അവിടെ നിന്നും ഒരു ഇഞ്ച് പോലും അനങ്ങിയതില്ല. അവസാനം ശ്രമം നശിച്ച ഡേവിഡ് ബോസും കൂട്ടുകാരും ചേർന്ന് ഹന്നയെയും ലൂസിയെയും തൂക്കിയെടുത്ത് ട്രെയിനിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അതാ വരുന്നു പീറ്ററും ആലിസും. അതുകൊണ്ട് അവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. അതെ, അവരെല്ലാവരും AI റോബോട്ടുകളായിരുന്നെങ്കിലും അവർക്കും മനുഷ്യരുടെ അതേ ഫീലിംഗ്സ് എല്ലാം വരാൻ തുടങ്ങിയിരുന്നു. എങ്കിലും യഥാർത്ഥ മനുഷ്യർ തോക്കും ആയുധങ്ങളുമായി അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് AI റോബോട്ടുകൾ എല്ലാവരും ആ ട്രെയിനിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അവരെല്ലാവരും ആ മനുഷ്യരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. ആ സമയം ഡേവിഡ് പീറ്ററിനോട് നിനക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അതിന് പീറ്ററും എല്ലാം മനസ്സിലായി എന്ന് പറയുന്നു. ഇപ്പോൾ ആ ട്രെയിനിനകത്ത് വളരെ കുറച്ച് AI റോബോട്ടുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ AI റോബോട്ടുകളെ ഉണ്ടാക്കിയെടുത്തത് മനുഷ്യന്മാർ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ AI റോബോട്ടുകളുടെ ഉള്ളിലും അവർക്കും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുകയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ അന്ന് പോരാടിയത്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരുന്ന ആ ട്രെയിൻ ആ ടണലിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ട്രെയിൻ പോകുന്നത് ഒരു വലിയ പാലത്തിലൂടെയാണ്. ട്രെയിൻ പോയി കഴിയുമ്പോൾ ആ പാലം പതിയെ ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. അതിനുശേഷം ആ ട്രെയിൻ കയറിപ്പോയത് ഒരു വലിയ മലയുടെ അകത്തേക്കാണ്. എന്നാൽ ആ ട്രെയിൻ പോയതിന്റെ യാതൊരു അടയാളവും അവയുണ്ടായിരുന്നില്ല. അതായത് ഈ AI റോബോട്ടുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യന്മാർ തിരികെ വന്ന് തങ്ങളെ ആക്രമിക്കുമെന്ന്. അങ്ങനെ മനുഷ്യന്മാർ ആക്രമിക്കുമ്പോൾ അവർക്ക് മനുഷ്യന്മാരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാനായി അവർ നേരത്തെ തന്നെ സെറ്റ് ചെയ്തു വെച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവർ പോയിരിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട ആ റോബോട്ടുകൾ തങ്ങളുടെ രഹസ്യ സങ്കേതത്തിലേക്ക് പോവുകയാണ്. ഇതോടെ ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.